ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലൂടെ 2 മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി ഇട്ട് കൊടുക്കുക. നമുക്കിത് നന്നായി ഞെരടിയെടുക്കാം. സവാളൊക്കെ നന്നായി വിട്ട് കിട്ടുന്ന വിധത്തിൽ ഞെരഞ്ഞെടുക്കുക. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ നന്നായി ഇറങ്ങി വരും. നമ്മൾ പിന്നെ ഈ മാവിലേക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും വേറെ കൂട്ടണില്ല. അപ്പോൾ സവാളയുടെ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ ഈ മാവ് നനച്ചെടുക്കാൻ പോണത്. പിന്നെ ഇതിലോട്ട് 2 പിഞ്ച് കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അധികം ആവരുത്, 2 പിഞ്ച് മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് കടലമാവാണ് ഇതിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിൽ സവാള കൂടുതലായിട്ട് ഇങ്ങനെ മുന്തി നിൽക്കണം, മാവ് കുറവ് പാടുള്ളൂ. നമുക്കിതൊരു കുഞ്ഞി ഉണ്ടകളാക്കി എടുക്കാം. മുകളിലൊക്കെ സവാളകൾ ഇങ്ങനെ കാണണം. ഇതുപോലെ നമുക്കെല്ലാം ചെയ്തെടുക്കാം. ഇപ്പോൾ 2 മീഡിയം സൈസ് സവാളക്ക് ഒരു 9 ഉണ്ടകളാക്കി എടുത്തിട്ടുണ്ട് ഞാൻ. നമുക്കിത് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതായത് ഈ മാവിൻ്റെ പകുതി മുങ്ങുന്ന വിധത്തിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ ആക്കി വെച്ചേക്കുന്ന മാവ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ വളരെ കുറഞ്ഞ അളവിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിൽ കൂടുതൽ അളവ് ആണെങ്കിൽ സവാളയുടെ എണ്ണവും അതിനനുസരിച്ച് പൊടികളുടെ എണ്ണമൊക്കെ കൂട്ടി കൊടുക്കണം. അപ്പോൾ നമുക്കിത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളൊന്നും പെട്ടെന്ന് വെന്ത് കിട്ടില്ല. നമുക്കത് മറിച്ചിട്ട് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ പുറം ഭയങ്കരമായിട്ട് കരിഞ്ഞു പോകും, ഉള്ളു ഒട്ടും വെന്തിട്ടുണ്ടാവില്ല. അത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് കുറച്ചധികം നേരം വേവിച്ചെടുക്കണം. ഇതൊരു ചെറിയ ബ്രൗൺ ഷെയ്ഡ് കളറായി വരുമ്പോൾ നമുക്കത് കോരിയെടുക്കാം. അപ്പോൾ നമ്മൾ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ അടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.